ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്ന സമയമാണ്. നിങ്ങൾ നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുടക്കം, ആ ഒരു കാര്യമാണ് ഈ സമയം കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അതുപോലെ പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരെ വേണ്ട വിധം മനസ്സിലാക്കാത്തത് മൂലം ഒരുപാട് ചതിയും വഞ്ചനയും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക്. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഒരാൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി ഇവിടെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിലൊരു സ്നേഹമാണ്, ഒരു പ്രണയമാണ് കാണുന്നത്. ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടാവാം. അങ്ങനെ പ്രണയിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങളിലേക്കൊരു പ്രണയം എത്തിച്ചേരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കോളോ ഒക്കെ ഈ സമയം വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളിൻ്റെ മെസ്സഞ്ചർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കോളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ വന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജിയിലായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ വളരെ കാം എനർജിയിലാണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ ക്വയറ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു മോട്ടിവേഷൻ ചിലപ്പോൾ സ്വീകരിക്കുന്നതാവാം. അപ്പോൾ ഇവിടെ പുതിയൊരു ലവ് ഓഫർ നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ആയാലും നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു സ്നേഹം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു സിറ്റുവേഷൻസും അത് നടക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് പതിയെ പതിയെ നമ്മളിൽ നിന്ന്
മാറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അവസ്ഥയിലാണോ ഉള്ളത് ആ ഒരു അവസ്ഥയെ നമ്മൾ ഇഷ്ടപ്പെടുക. നമ്മൾ അതിന് നമ്മളോട് തന്നെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ തന്നെ പഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് എനിക്ക് സംഭവിച്ചല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. ഏത് സാഹചര്യത്തിലായാലും നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻസും ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കുക, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ് എന്ന് ഉൾക്കൊള്ളുക. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മറ്റൊരാൾ നമ്മളോട് മത്സരിക്കാൻ വരുന്നുവെങ്കിൽ നമുക്ക് പവർ കൂടുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെക്കാളും മുകളിലാകാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് മത്സരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പവർ എത്രമാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വളരെ പവറുള്ളൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ തെളിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കൈകളുണ്ട്. ഇത് കാണിക്കുന്നത് എന്തെന്നാൽ നിങ്ങളിൽ ഇപ്പോൾ ഉള്ള ആ ഒരു കാര്യത്തെ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഇവിടെ കുറച്ച് ആളുകൾക്ക് മറ്റു ചില ആളുകൾ ഒരുമിച്ച് നിന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പെടലുകളൊക്കെ ഒരുപാടുണ്ട്, അല്ലെങ്കിൽ അവഗണനകൾ ഒരുപാടുണ്ടാകാം. ചിലപ്പോൾ കുറേ ആൾക്കാർ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ തോൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച്. ശരിക്കും അവർ പ്രതിജ്ഞയെടുത്ത ഒരു അവസ്ഥയാവാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അങ്ങനെയല്ല. ഇതിലൊരു ക്യാറ്റിനെ കാണാം അല്ലേ? ഒരു ക്യാറ്റിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വിശ്വസ്തരായ ആരൊക്കെയോ നിങ്ങളുടെ ചുറ്റും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാറ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളെ തൊടാനോ നിങ്ങളുടെ അടുത്ത് വരാനോ ഒന്നും സാധിക്കില്ല. ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പൂർണ്ണമായും തോൽപ്പിച്ച് കളയാൻ അവർക്ക് പറ്റില്ല, ആര് തന്നെ നിങ്ങളോട് മത്സരിക്കാൻ വന്നെങ്കിൽ പോലും. അപ്പോൾ ഒന്നിലധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെല്ലാം അത് നിങ്ങളുടെ കാർമ്മികമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പോകും. അവർക്ക് വേറെന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ അങ്ങനെ ഓരോരുത്തരായി നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരെ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ കാണുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുത്തി ദൈവമായിട്ട് അവരെ നിങ്ങളിൽ നിന്നും മാറ്റിക്കളയും എന്നുള്ളതാണ്. അതിനാൽ നമ്മളവരെ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ ഒന്നും പോകേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മളവരെ ഡിവൈന് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിൽ നിങ്ങൾ കാം ആൻഡ് കൂളായിട്ട് ഉറങ്ങുന്ന ഒരു ആളായിട്ടാണ് കാണുന്നത്. ശരിക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുള്ള ഒരു സിറ്റുവേഷനും നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സോള് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൽ കുറേ അധികം ആളുകളും ഇവിടെ സ്ട്രെസ്സിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്.
അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക, നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കുക. പിന്നെ നിങ്ങളിലുള്ള ആ ഒരു ഭയവും പേടിയും എല്ലാം നിങ്ങളൊന്ന് മാറ്റിക്കളയുക. അതുപോലെ ഈ സമയം കുറേ ആളുകളും നിങ്ങളിലേക്ക് മാത്രമൊന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഈ ഒരു സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. മാത്രമല്ല ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആണെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും, അപ്പോൾ അങ്ങനെ തളർന്നിരിക്കുന്ന ആളുകൾ ഒന്ന് ഈ ഒരു സമയം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു മെയിൽ എനർജി, അതായത് ഈ ഒരു മെയിൽ എനർജി എന്ന് പറയുന്നത് ആക്ഷൻ്റെ എനർജിയാണ്, മെച്യൂരിറ്റിയുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പക്വതയോടുകൂടി നിങ്ങളൊന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ലതായിരിക്കും എന്നാണ്. മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമാണെങ്കിൽ പോലും അധികം നിങ്ങളത് പുറത്ത് കാണിക്കുകയില്ല. അപ്പോൾ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കാനുള്ളൊരു സമയമായി എന്നാണ്. ചിലപ്പോൾ പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ മാറ്റി വയ്ക്കുക. ഇമോഷന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷൻസ് ഒക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കുക. ചിലപ്പോൾ ആരോടെങ്കിലും ഉള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നമ്മളതൊക്കെ മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ആദ്യം. അതിനുശേഷം തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇമോഷന് പ്രാധാന്യം നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ പോലുള്ള കാര്യങ്ങൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു എനർജിയും ഇതിലുണ്ട് ഈ ഒരു സമയം. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കടുത്ത തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കാരണം എന്തെന്നാൽ നിങ്ങളുടെ പൈസയൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് സ്നേഹം നടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പൈസ കൈപ്പറ്റിയതിന് ശേഷം അവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഒരു ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. കാരണം ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ വലിയ വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ജീവിതമെന്ന് പറയുന്നത് ചതിയും വഞ്ചനയും നന്മയും തിന്മയും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നിലും നമ്മൾ ആണ്ടുപോകാതിരിക്കുക. നല്ലത് വരുമ്പോൾ ഓവറായിട്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കുക. ഇപ്പോൾ പ്രശ്നം വരുമ്പോൾ പോലും അത്രയും അതിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങാതിരിക്കുക. അപ്പോൾ ഇതിനിടയിൽ ഒരു ബാലൻസിംഗ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ആ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായ ആ സാഹചര്യത്തിൽ നിന്നും ഒരു അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടാകുന്നു എന്നാണ്. ചില ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു ഡിവൈൻ പവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആകും എന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ്
നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുത്താൻ ഇവിടെ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ടിവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാവാം. ഇപ്പോൾ അത് മാത്രമല്ല, ഫിനാൻഷ്യൽ സെറ്റപ്പിലൊക്കെ ഒരു മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇത്രയും കാലം നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും, ചിലപ്പോൾ അവർ ഇത്രയും കാലം നിങ്ങൾക്കെതിരെ നിന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടി നിങ്ങളിവിടെ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് ഇത്. നമ്മുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തി നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കൊന്നിനും സാധിക്കില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ അത് ഈ ഒരു സമയം, ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിവിടെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. മാത്രമല്ല, മറ്റുള്ളവരെ പോലും നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ മാത്രമല്ല, മറ്റുള്ളവരും കൂടി നിങ്ങളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു തോന്നലൊക്കെ ഈ സമയം തോന്നുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആ ഒരു കാര്യം, അതിൽ നിന്നും നിങ്ങൾ ശരിക്കും പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാരും വളരെ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങളുടെ ഹൃദയം എടുത്തു വെച്ച് ആ ഒരു 3 വാള് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറേ ആൾക്കാർ പറ്റിച്ച് നമുക്കതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പിലാക്കി നമ്മളെങ്ങനെ കുറേ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ മാനസികമായും അല്ലാതെയും ഒക്കെ ചില വ്യക്തികൾ മൂലം നിങ്ങൾ വേദനിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ വേദനയിലിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഇത് കുറേയധികം ആളുകൾക്കും ഒരു പാസ്റ്റ് എനർജി ആയിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കാം നിങ്ങൾ. പക്ഷേ വളരെയധികം ഹാർട്ട് ബ്രേക്കിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില പെരുമാറ്റങ്ങൾ ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊരുപാട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ നിങ്ങൾ മാനസിക വിഷമം ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ
തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ദൈവം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇതൊക്കെ കടന്നു പോകും, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ പോവുക, അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന വേദനകൾക്ക്, അല്ലെങ്കിൽ ചീറ്റിങ്ങിന്, നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒക്കെ ഒരു നീതി ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു കോടതി സംബന്ധമായ എന്തോ ഒരു കാര്യമാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സത്യം ജയിക്കുക തന്നെ ചെയ്യും. ചിലർക്ക് ചിലപ്പോൾ നീതി കിട്ടാത്തത് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചതായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് നീതി ഉറപ്പാണ്. അതിൽ ഒരു വിഷമവും നിങ്ങൾക്ക് വേണ്ട, ഒരു ടെൻഷനും വേണ്ട. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അറിയുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഒരു ഫ്രൂട്ട് ഉണ്ടായി എന്നാണ്. നിങ്ങളുടെ നല്ല കർമ്മത്തിനുള്ള ആ ഒരു ഫലം നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ഷമയ്ക്ക് ഇവിടെ ഒരു റിവാർഡൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. കിങ് ഓഫ് വാൻസ് ഉണ്ട്, കിങ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, കാരണം ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. കുറേ ആൾക്കാർ ഇവിടെ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നേക്കാം. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയാണെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ ശരിയാണെന്നും ഒക്കെയുള്ളൊരു തോന്നൽ അവർ തോന്നുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ വളരെയധികം സുരക്ഷിതമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പമോ അങ്ങനെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ആളുകൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കുന്നതാവാം. അത്തരത്തിൽ ചില സെലിബ്രേഷൻസിൽ പങ്കെടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നടത്തുന്ന മറ്റെന്തെങ്കിലും ചടങ്ങുകളാവാം. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിങ്ങൾ വളരെ സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക എന്നാണ്. നിങ്ങൾ ഈ ഒരു സമയം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.